ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്ന് മെയ് 24 വെള്ളിയാഴ്ച, മലയാള മാസം ഇടവം 10. സംസ്ഥാനത്ത് മഴ സാഹചര്യം അത് ശക്തമായി തന്നെ തുടരുകയാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ ഇന്നും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയിൽ കൂടുതൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നദികൾ കരകവിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും ഈ ബജറ്റ് ചർച്ചകൾ, ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും ഈ മന്ത്രിസഭാ യോഗത്തിൽ. ഒപ്പം സംസ്ഥാനത്തെ മഴ സാഹചര്യം, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യവും ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പ്രചാരണം അവസാനിച്ചു ഇന്നലെ. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ 58 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. അങ്ങനെ നിരവധി വാർത്തകൾ ഇന്നും പ്രതീക്ഷിക്കുന്നു. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള തീരത്ത് നിന്നും കടലിൽ പോകുന്നതിന് വിലക്ക് തുടരും. സംസ്ഥാനത്ത് വേനൽ മഴ 18% അധികം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങൾ ബൂത്തിലെത്തും. മനോഹർലാൽ ഖട്ടർ, മെഹബൂബ മുഫ്തി, മേനക ഗാന്ധി, കനയ്യ കുമാർ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ജനവിധി തേടുന്നത് 889 സ്ഥാനാർത്ഥികൾ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്ന് രാഷ്ട്രീയ കക്ഷികൾ. കർഷകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പഞ്ചാബിൽ ഇന്ന് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി. ഹിമാചൽ പ്രദേശിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഝാർഖണ്ഡിലെ ദേവ്ഘറിൽ മാധ്യമങ്ങളെ കാണും. സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭാ യോഗം. നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനത്തിന് ആലോചന. തദ്ദേശ വാർഡ് പുനർനിർണയ ഓർഡിനൻസിന് പകരമുള്ള ബില്ല് ചർച്ചയായേക്കും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുല്ലശ്ശേരി കനാൽ നവീകരണം, ഹൈക്കോടതിക്ക് സമീപത്തെ വെള്ളക്കെട്ട് നീക്കാനുള്ള നടപടി എന്നിവയിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും ഹൈക്കോടതി പരിശോധിക്കും. പെരിയാറിലെ മത്സ്യ കർഷകർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം കണക്കാക്കാൻ വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് യോഗം. വരാപ്പുഴ പഞ്ചായത്തിലാണ് യോഗം ചേരുക. നഷ്ടം 10 കോടി രൂപയിലേറെയെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ചത്തുപൊങ്ങിയ മീനുകളെ ഇന്ന് മുതൽ നീക്കം ചെയ്യും. സംസ്ഥാനത്ത് ആക്രി കച്ചവടത്തിന്റെ മറവിൽ വൻ നികുതി വെട്ടിപ്പ്. GST വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് 1170 കോടി രൂപയുടെ ക്രമക്കേട്. അതിഥി തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് വ്യാജ രജിസ്ട്രേഷൻ നടത്തിയും തട്ടിപ്പ്. ആളുകളെ ഇറാനിലെത്തിച്ച് അവയവ വ്യാപാരം നടത്തിയെന്ന കേസിൽ പ്രതി സാബിത്തിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. സാബിത്തിന്റെ സഹായി കൊച്ചി സ്വദേശി മധു ഇറാനിൽ എന്ന് സൂചന. കൂടുതൽ മലയാളികൾക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നു. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. സീനിയർ CPO ശരത് ലാലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് സെഷൻസ് കോടതി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടത്തിണ്ണയിൽ ഷോക്കേറ്റു മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബം ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കും. KCB ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കണമെന്നും നരഹത്യാ വകുപ്പ് ചുമത്തണമെന്നും ആവശ്യം. അപകടമുണ്ടായത് സർവീസ് വയറിലെ തകരാർ യഥാസമയം പരിഹരിക്കാത്തത് കൊണ്ടെന്ന് കുടുംബം. മലപ്പുറം പൊന്നാനിയിൽ യുവാവിനെ ആളുമാറി ജയിലിലടച്ചതിൽ റിപ്പോർട്ട് തേടി ജില്ലാ പോലീസ് മേധാവി. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിഷയം പരിശോധിക്കും. പൊന്നാനി പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെ. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ 3 പ്രതികൾക്കും നോട്ടീസ് അയച്ചിരുന്നു. തെളിവുകൾ വിചാരണ കോടതി കൃത്യമായി പരിശോധിച്ചില്ലെന്ന് സർക്കാർ വാദം. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും. ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് 2-ാം പ്രതി അനുശാന്തി നൽകിയ ഹർജിയിലും വിധി പറയും.
ഇന്ത്യയിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രമായുള്ള ആദ്യ ഹജ്ജ് വിമാനം സൗദിയിലെത്തി. ജിദ്ദ വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും. കേരളത്തിൽ നിന്ന് ഇത്തവണ മഹ്റമില്ലാതെ ഹജ്ജ് നിർവഹിക്കുക 3400-ലേറെ വനിതകൾ. CSI സഭ ദക്ഷിണ കേരള ഇടവകയുടെ ഭരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടപെട്ട് ജില്ലാ ഭരണകൂടം. പാളയം LMS പള്ളി കോമ്പൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തഹസിൽദാർ. ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പിനെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി സഭാ ആസ്ഥാനത്ത് നിന്നും ഇറക്കിവിട്ടതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇനി കേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പൂവാർ ജംഗ്ഷൻ മുതൽ ജുമാ മസ്ജിദ് വരെ റോഡ് തകർന്നതായി പരാതി. അധികൃതരെ അറിയിച്ചിട്ടും പരിഹാരമായില്ലെന്നും ആക്ഷേപം. ജൽജീവൻ പദ്ധതിയുടെ കുഴിയെടുത്തതോടെയാണ് റോഡ് തകർന്നതെന്ന് പ്രദേശവാസികൾ. ഇടുക്കി രാജകുമാരി പന്നിയാർ പുഴയിൽ മാലിന്യം തള്ളുന്നുവെന്ന് പരാതി. പുഴയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും തള്ളുന്നുവെന്ന് നാട്ടുകാർ. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാരുടെ ആവശ്യം. രാത്രി ഷൊർണൂരിലെത്തുന്ന എറണാകുളം ഷൊർണൂർ മെമു എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന യാത്രക്കാർ. നിലവിൽ നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ പുറപ്പെടുന്നത് രാത്രി 8:10-ന്. കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് ജില്ലാ കലക്ടർ. 2 ദിവസത്തിനകം പരിഹാരമുണ്ടാകണമെന്ന് കലക്ടർ N. ദേവിദാസ്. എറണാകുളം അത്താണിയിൽ മേയ്ക്കാട് റോഡിലേക്ക് തിരിയുന്ന കവലയിലെ സ്ലാബ് പൊളിച്ച് കാന വൃത്തിയാക്കി. വെള്ളക്കെട്ട് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. അങ്കമാലി ബാംബു ബോർഡ് ഫാക്ടറിയിൽ ഉൽപാദനം പുനരാരംഭിക്കും. ഇതിനായി 1 കോടി രൂപയുടെ വായ്പ അനുവദിക്കും. വെങ്ങോല പഞ്ചായത്തിലെ ഓണകുളം ഊട്ടിമറ്റം PWD റോഡ് തകർന്നു. അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ കാൽനട യാത്രക്കാർ ദുരിതത്തിൽ. റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ നടപ്പിലാക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. കൈനാട്ടി ജംഗ്ഷൻ മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്. വയനാട് കാവുമന്തത്ത് മഴക്കാലത്ത് വഴിമുടങ്ങുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. പൂർണ്ണമായും തകർന്ന നിലയിലായ HS 10 മൈൽ റോഡിലാണ് ആശങ്ക ഉയർന്നിരിക്കുന്നത്. ഏറ്റെടുത്ത 2 കരാറുകാരും പ്രവൃത്തി ഉപേക്ഷിച്ചു പോയതോടെയാണ് ഈ പ്രതിസന്ധി. ബസ്സിൽ നിന്നിറങ്ങിയാൽ കുഴിയിൽ വീഴുന്ന ദുരവസ്ഥയിൽ പത്തനംതിട്ട നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മഴ തുടങ്ങിയതോടെ സ്ഥിതി കൂടുതൽ മോശമായി. നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ. KSUവിന്റെ തെക്കൻ മേഖലാ പഠന ക്യാമ്പിന് ഇന്ന് തുടക്കം. റിസർജൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പിൽ തെക്കൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 500-ലധികം പ്രതിനിധികൾ പങ്കാളികളാവും. നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലാണ് ക്യാമ്പ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ പങ്കെടുക്കും. വയോജന പരിപാലന മേഖലയിൽ ഇടപെടലുകൾ ശക്തമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന വയോജന കൗൺസിലിലെയും ജില്ലാതല വയോജന കമ്മിറ്റിയിലെയും അംഗങ്ങൾക്കായുള്ള ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചു. ദക്ഷിണ മേഖല IG സ്പർജൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് DIG R. നിശാന്തിനി, തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാള അണ്ണലല്ലൂർ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ പോലീസുകാരന് പരിക്ക്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ഹബീബിനാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ചായിരുന്നു അപകടം. കാസർഗോഡ് ബിരിക്കുളം കാളിയാനം റോഡ് നന്നാക്കാത്തതിനെ തുടർന്ന് വാഴനട്ട് പ്രതിഷേധവുമായി കോൺഗ്രസ് കാളിയാനം യൂണിറ്റ് കമ്മിറ്റി. റോഡ് തകർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും വേണ്ട നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കണ്ണൂർ നീർവേലിയിൽ റോഡിലെ വെള്ളക്കെട്ട് അപകടത്തിന് കാരണമാകുന്നുവെന്ന് പരാതി. മഴ പെയ്യുമ്പോൾ റോഡ് പുഴയായി മാറുന്ന അവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന് നാട്ടുകാർ. പാലക്കാട് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ മാലിന്യം നിക്ഷേപിക്കുന്നുവെന്ന് പരാതി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മുഴുവൻ മാലിന്യവും ബസ് സ്റ്റാൻഡിൽ തള്ളുന്നുവെന്ന് നാട്ടുകാർ. ആലപ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി ആഴംകൂട്ടുന്നതിനും മാലിന്യം നീക്കുന്നതിനും വേണ്ടി 90 തോടുകളുടെ പേരുവിവരം നൽകി കൗൺസിലർമാർ. അമ്പലപ്പുഴ തോട് ഉടൻ ശുചീകരിച്ചില്ലെങ്കിൽ വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷമാകുമെന്ന് കൗൺസിലേഴ്സ്.
പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മ്യൂസിക് ആൽബത്തിന്റെ സംവിധാനത്തിനുള്ള പുരസ്കാരം തൃശൂർ അന്തിക്കാട് സ്വദേശി സുരേഷ് വാഴപ്പിള്ളി ഏറ്റുവാങ്ങി. ഇതേ ആൽബത്തിന് ഗാനങ്ങൾ എഴുതിയ എളനാട് പ്രദീപ് ദാമോദരന് സ്പെഷ്യൽ ജൂറി അവാർഡ്. ഓട്ടൻ തുള്ളൽ കലാകാരന്മാർക്കായി തൃശൂർ മണലൂർ തുള്ളൽ കളി നൽകി വരുന്ന മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരവും ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. കുഞ്ചൻ സ്മാരകം രാജേഷ്, കലാമണ്ഡലം ജിനേഷ് എന്നിവർക്കാണ് പുരസ്കാരം. MG സർവകലാശാല ഡിഗ്രി പരീക്ഷയിൽ കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിന് അഭിമാന നേട്ടം. 1, 2, 3 റാങ്കുകൾ ഉൾപ്പെടെ 40 റാങ്കുകൾ സ്വന്തമാക്കി. വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് ഡയറക്ടർ ഫാദർ മാത്യു വട്ടത്തറ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ അജീഷ് പുതുശ്ശേരി എന്നിവർ. നോക്കാം പ്രധാന അറിയിപ്പുകൾ. ഇന്ത്യൻ എയർഫോഴ്സിൽ മ്യൂസീഷ്യനാകാൻ അവസരം. ജൂലൈ 3 മുതൽ 12 വരെ കാൺപൂർ, ബംഗളൂരു എയർഫോഴ്സ് സ്റ്റേഷനുകളിലാണ് സെലക്ഷൻ. അവിവാഹിതരായ 10ാം ക്ലാസ് തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് പങ്കെടുക്കാം. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 27-ന്. നോക്കാം ദേശീയ വാർത്ത. മഹാരാഷ്ട്രയിലെ ഡോംബിവാലിയിൽ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 8ആയി. 60 പേർക്ക് പരിക്ക്. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഛത്തീസ്ഗഡിൽ നക്സൽ വേട്ട. 7 പേരെ വധിച്ച് സുരക്ഷാസേന. ഏറ്റുമുട്ടലുണ്ടായത് നാരായൺപൂർ, ബീജാപൂർ ജില്ലകളിൽ. മഹാരാഷ്ട്രയിൽ രക്ഷാദൌത്യത്തിനിടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ 3 ഉദ്യോഗസ്ഥർ മുങ്ങിമരിച്ചു. മരിച്ചത് ഒരു സബ് ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിളും. അപകടം അഹമ്മദ്നഗർ ജില്ലയിലെ പ്രവാര നദിയിൽ ബോട്ട് മറിഞ്ഞ്. പോളിംഗ് ബൂത്തിലേക്ക് വോട്ടേഴ്സിനെ ആകർഷിക്കാൻ ഓഫറുകളുമായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ട് ചെയ്തവർക്ക് വീട്ടിലേക്ക് റാപ്പിഡോയിൽ സൗജന്യ യാത്ര. സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഡിസ്കൗണ്ട് കൂപ്പൺ. വനിതാ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി 70 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പി കൃഷ്ണമൂർത്തി. നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പശ്ചിമബംഗാളിലെ നന്ദിഗ്രാമിൽ സംഘർഷാവസ്ഥ. പ്രശ്നം BJP പ്രവർത്തക കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി BJPയും തൃണമൂൽ കോൺഗ്രസും രംഗത്ത്. സംഘർഷബാധിത മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. മ്യാൻമറിൽ നിന്ന് മിസോറാമിലേക്ക് അഭയാർത്ഥി പ്രവാഹം. ഈ മാസം 17-ന് ശേഷം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1000-ലേറെ പേർ അതിർത്തി കടന്നെത്തിയെന്ന് പോലീസ്. പലായനം. മ്യാൻമറിൽ വിമതരും പട്ടാള ഭരണകൂടവും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായതോടെ. ഡൽഹിയിൽ വീണ്ടും വ്യാജ ബോംബ് ഭീഷണി. ഇന്നലെ ഭീഷണി സന്ദേശം എത്തിയത് 2 കോളേജുകൾക്ക്. ഡൽഹിയിൽ ഈ മാസം ബോംബ് ഭീഷണിയുണ്ടായത് 150-ലേറെ സ്കൂളുകളും 30ഓളം ആശുപത്രികളിലും തിഹാർ ജയിലിലും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്ക്. ജീവനക്കാർക്ക് വാർഷിക ശമ്പള വർധനയുമായി എയർ ഇന്ത്യ. പൈലറ്റുമാർക്ക് പെർഫോമൻസ് ബോണസ്. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം എയർ ഇന്ത്യയിലെ ശമ്പള വർധന ഇതാദ്യമായി. തെരുവുനായ ആക്രമണം ഗോവയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. 2 ആഴ്ചയ്ക്കിടെ നിരവധി വിദേശികൾക്കും ഒരു ബോളിവുഡ് താരത്തിനും കടിയേറ്റു. ഇത് പ്രതിച്ഛായയെ ബാധിച്ചുവെന്ന് സർക്കാർ നിയോഗിച്ച ഏജൻസിയുടെ റിപ്പോർട്ട്. പ്രതിയെ പിടികൂടാൻ ആശുപത്രിക്കകത്തുകൂടി വാഹനമോടിച്ച് ഉത്തരാഖണ്ഡ് പോലീസ്. നാടകീയ സംഭവം ഋഷികേശ് എയിംസിൽ. ലൈംഗികാതിക്രമ കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് റാമ്പിലൂടെ വാഹനം ഓടിച്ച് കയറ്റിയത് 6ാം നില വരെ. ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടനത്തിന് വൻ തിരക്ക്. ഓഫ്ലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 31 വരെ നിർത്തിവച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ NDRFന്റെയും ITBPയുടെയും സഹായം തേടാൻ സംസ്ഥാനത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഗുവാഹത്തിയിൽ ഫാൻസി ബസാർ പ്രദേശത്ത് വൻതോതിൽ കാർബൈഡ് അടങ്ങിയ മാമ്പഴം പിടികൂടി. വിവിധ പഴങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ആവശ്യമായ പരിശോധനകൾക്കായി ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ. ഈ മാസം 28 മുതൽ ജൂൺ 2 വരെ മുംബൈ പൂനെ റൂട്ടിൽ നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. പ്ലാറ്റ്ഫോമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നടപടി. രാജ്യാന്തര വാർത്തകൾ.
ഗസയിൽ വെടിനിർത്തലിന് ഇസ്രായേലിനോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി ഇന്ന്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് സൗത്ത് ആഫ്രിക്ക. ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിൽ അൽ അക്സ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നു. ഇന്ധനക്ഷാമം അതിരൂക്ഷമെന്ന് ആരോഗ്യ വിഭാഗം. ചികിത്സയിലുള്ളത് 13,000 പേർ. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം മഷാദിലെ ഇമാം റസിയ പള്ളിയിൽ സംസ്കരിച്ചു. ഉന്നതരുൾപ്പെടെ ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഹെലികോപ്റ്റർ തകർന്ന് ഇബ്രാഹിം റൈസിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ 9 പേർ മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച. ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പ് നേരത്തെയാക്കിയതിൽ പിന്നാലെ തിരക്കിട്ട പ്രചാരണവുമായി നേതാക്കൾ. രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത തിരിച്ചുകൊണ്ടുവരാനായെന്ന് ഋഷി സുനക്. മാറ്റത്തിനുള്ള സമയമെന്ന് ലേബർ പാർട്ടി നേതാവ് കെയ്ർ സ്റ്റാമർ. കെനിയയ്ക്ക് നേറ്റോ ഇതര സഖ്യ പദവി നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രഖ്യാപനം കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ. യുക്രൈന് $275 മില്യൺ സൈനിക സഹായം നൽകാൻ US ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. വ്യോമാക്രമണത്തിന് ഉള്ള ആയുധങ്ങളും സൈനിക വാഹനങ്ങളും പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് സൂചന. അമേരിക്കൻ പൗരന്മാർക്കും കമ്പനികൾക്കും റഷ്യയിലുള്ള സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തീരുമാനം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉപരോധത്തിനുള്ള മറുപടി. റഷ്യയുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ യുക്രൈന് വേണ്ടി ഉപയോഗിക്കാൻ US ഉൾപ്പെടെ നേരത്തെ തീരുമാനിച്ചിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ത്രിരാഷ്ട്ര ഉച്ചകോടി നടത്താനൊരുങ്ങി ദക്ഷിണ കൊറിയയും ചൈനയും ജപ്പാനും. സമ്മേളനം ഈ മാസം 26, 27 തീയതികളിൽ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിൽ. പാകിസ്ഥാനിൽ വിവിധ മേഖലകളിലായി $10 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ. പ്രഖ്യാപനം അബുദാബിയിൽ പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 20 പേർ തീവ്രപരിചരണത്തിൽ തുടരുന്നു. പരിക്ക് തലയോട്ടിക്കും നട്ടലിനുമെന്ന് ബാങ്കോക്കിലെ ആശുപത്രി അധികൃതർ. പാകിസ്ഥാനിലെ സിന്ധിൽ മലിനജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് കണ്ടെത്തി. ക്വറ്റ, ചമൻ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മലിനജല സാമ്പിളുകളിലാണ് വൈറസ് കണ്ടെത്തിയത്. ഐക്യദാർഢ്യ സന്ദർശനത്തിനായി റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നിക്കി ഹാലി അടുത്തയാഴ്ച ഇസ്രായേലിലെത്തും. ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. മെക്സിക്കോയിൽ ശക്തമായ കാറ്റിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ സ്റ്റേജ് തകർന്ന് അപകടം. 9 മരണം, 50ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ബിസിനസ് വാർത്തകൾ. ദക്ഷിണേന്ത്യയിൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കാൻ ഗൂഗിൾ. പിക്സൽ ഫോണുകളുടെ നിർമ്മാണത്തിനായി തമിഴ്നാട്ടിൽ പ്ലാന്റ് ആരംഭിക്കും. തായ്വാനീസ് നിർമ്മാതാക്കളായ ഫോക്സോക്കോണുമായി കരാർ അടിസ്ഥാനത്തിൽ അസംബ്ലി യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്ന് കമ്പനി. പുതിയ AI വോയിസ് ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങി ട്രൂ കോളർ. ഉപയോക്താക്കൾക്ക് സ്വന്തം ശബ്ദം റെക്കോർഡ് ചെയ്ത് AI അസിസ്റ്റന്റായി സജ്ജീകരിക്കാനുള്ള ഫീച്ചറാണ് കൊണ്ടുവരുന്നത്. 2 അൾട്രാ പ്രീമിയം മോഡലുകൾ രാജ്യത്ത് അവതരിപ്പിച്ച് മെഴ്സിഡസ് ബെൻസ് ഇന്ത്യ. മെഴ്സിഡസ് AMG S63, മെഴ്സിഡസ് മെയ്ബാക്ക് GLS 600 എന്നിവയാണ് പുതുതായി അവതരിപ്പിച്ച മോഡലുകൾ. റോയൽ ഓർക്കിഡ് ഹോട്ടൽസ് ലിമിറ്റഡ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപം 5-സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. റീജന്റ റിസോർട്ട് എന്ന പേരിലാണ് ഹോട്ടൽ ആരംഭിക്കുക. ഏപ്രിലിൽ ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ വർധന. വൈദ്യുതി ഉൽപ്പാദനം 9.69% വർദ്ധിച്ച് 153.77 ബില്യൺ യൂണിറ്റായി. ഈ മാസം ഇന്ത്യ കയറ്റുമതി ചെയ്തത് 45,000 ടൺ സവാള. ആഭ്യന്തര വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സവാള കയറ്റുമതി കഴിഞ്ഞ ഡിസംബറിൽ നിരോധിച്ചിരുന്നു. നിരോധനം നീക്കിയത് ഈ മാസം 4-ന്. ഓഹരികൾ ലിസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയായ ഗോ ഡിജിറ്റ്. ഇഷ്യൂ വിലയിൽ നിന്നും 5.15% പ്രീമിയത്തോടെയാണ് ഓഹരികൾ വിപണിയിലെത്തിയത്. വിരാട് കോഹ്ലി, അനുഷ്ക ദമ്പതികൾക്ക് കമ്പനിയിൽ മൊത്തം 2.5 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന 4ാമത്തെ ഉൽപ്പന്നമായി സ്മാർട്ട് ഫോൺ കയറ്റുമതി 42% വളർച്ച കൈവരിച്ച് $15.6 ബില്യൺ കായിക വാർത്തകൾ.
ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയർ ഇന്ന്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ. ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കുവൈറ്റിനെതിരായ മത്സരത്തിന് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഹൽ അബ്ദുൾ സമദ് ടീമിൽ തിരിച്ചെത്തി. നായകൻ സുനിൽ ഛേത്രിക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നുള്ള അവസാന മത്സരം അടുത്ത മാസം 6-ന് കൊൽക്കത്തയിൽ. 2020 പരമ്പരയിൽ ബംഗ്ലാദേശിനെ നാണം കെടുത്തി USA. രണ്ടാം മത്സരത്തിൽ 6 റൺസിന് വിജയിച്ച് USA പരമ്പര സ്വന്തമാക്കി. 144 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 138 റൺസിന് ഓൾ ഔട്ടായി. IPL കിരീടം നേടണമെങ്കിൽ വിരാട് കോഹ്ലി RCB വിടേണ്ടി വരുമെന്ന് തുറന്നു പറഞ്ഞ് മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പീറ്റേഴ്സൺ. IPL എലിമിനേറ്ററിൽ RCB രാജസ്ഥാൻ റോയൽസിനോട് തോറ്റുപുറത്തതിന് പിന്നാലെയാണ് പീറ്റേഴ്സന്റെ കമന്റ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാകാൻ BCCI സമീപിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കി റിക്കി പോണ്ടിംഗ്. എന്നാൽ താനത് നിരസിച്ചുവെന്നും റിക്കി പോണ്ടിംഗ്. പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ച് വെസ്റ്റ് ഹാം. സ്പാനിഷ് പരിശീലകൻ ലൊപ്പെറ്റിഗി ഇനി വെസ്റ്റ് ഹാമിന്റെ പരിശീലകനാകും. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. കണ്ടാൽ തൊഴുതുപോകുന്ന സെറ്റിന് പിന്നിലെ സെറ്റപ്പ് ഇതാണ് എന്ന തലക്കെട്ടോടെയാണ് സെറ്റ് നിർമ്മാണ വീഡിയോ പങ്കുവച്ച് പൃഥ്വിരാജ്. പിതാവിന്റെ കലാലയ ഓർമ്മകൾക്കൊപ്പം നടന്ന സിനിമാ താരവും അവതാരകയുമായ മീനാക്ഷി. പിതാവ് അനൂപ് പഠിച്ച മണർകാട് സെയിന്റ് മേരീസ് കോളേജിലാണ് പ്രവേശനം നേടിയത്. അച്ഛനൊപ്പം എത്തി പ്രവേശന പ്രക്രിയ പൂർത്തിയാക്കി. മമ്മൂട്ടി ചിത്രം ടർബോയ്ക്ക് ആദ്യ ദിനം ലഭിച്ച നിറഞ്ഞ കയ്യടിക്ക് നന്ദി പറഞ്ഞ സംവിധായകൻ വൈശാഖ്. നന്ദി അറിയിച്ചത് സ്വന്തം കൈപ്പടയിലുള്ള കുറിപ്പ് പങ്കുവച്ചുകൊണ്ട്. വൈറൽ ട്രെൻഡ്സ്. വൈശാഖ് ചിത്രം ടർബോയുടെ റിലീസിനോടനുബന്ധിച്ച് വലിയ മുന്നൊരുക്കങ്ങളാണ് ആരാധകർ നടത്തിയിരുന്നത്. മമ്മൂട്ടിയുടെ പേരിൽ ശത്രുസംഹാര വഴിപാട് നടത്തിയ ആരാധകന്റെ വീഡിയോ വൈറൽ. ചേട്ടാ, മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രുസംഹാര പുഷ്പാഞ്ജലി. മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവാണ് 9 മണിക്ക് ലോകമെമ്പാടും. അപ്പോൾ 70ഓളം കേന്ദ്രങ്ങളിൽ 70ഓളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ്. മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ, നമുക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം. നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ എന്ന ഗാനം പാടി കാണികളെ കയ്യിലെടുത്ത് കുട്ടി ഗായകൻ ആര്യൻ. സോഷ്യൽ മീഡിയയിൽ വൈറലായി താമരക്കുരുവിക്ക് തട്ടമിട്ട് എന്ന ഗാനം. പടച്ചോന്റെ പ്രാവ് തോൽക്കും ഫരീദയാണോ, മുത്തുമ്മാന്റെ മോളെ മുത്തം വെച്ച തങ്കമേ, കിതാബിലെ താളും മുംതാസിന്റെ. ഫാക്ട് ചെക്ക്. മെയ് 18 IPL മത്സരത്തിന് ശേഷം RCB ആരാധകർ CSK ആരാധകരെ ആക്രമിക്കുന്നതിന്റെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. 2018 വീഡിയോ ആണ് ഇപ്പോൾ തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ത്രിപുരയിലെ റെയിൽവേ സ്റ്റേഷനിൽ ലഹരി വേട്ട. 22 കിലോ കഞ്ചാവ് പിടികൂടി, 2 പേർ അറസ്റ്റിൽ. സ്പെയിനിലെ മജോർക്കയിൽ റെസ്റ്റോറന്റ് തകർന്നു, 4 മരണം, 20 പേർക്ക് പരിക്ക്. ഗസ സിറ്റിയിൽ വീടിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്.
തായ്വാനിൽ ഭൂചലനം 5 തീവ്രത രേഖപ്പെടുത്തി, ആളപായമില്ല. ജാർഖണ്ഡിൽ സുരക്ഷാ സേനയും നക്സലൈറ്റുകളും തമ്മിൽ ഏറ്റുമുട്ടി, ഒരു നക്സൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് ഇറാൻ. ഹെലികോപ്റ്റർ മുൻ നിശ്ചയിച്ച പാതയിൽ കൂടിയാണ് സഞ്ചരിച്ചത്. ഫ്ലൈറ്റ് റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചില്ലെന്നും റിപ്പോർട്ട്. ഹെലികോപ്റ്ററിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയില്ലെന്നും റിപ്പോർട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ഇനി വരാൻ പോകുന്നത് തൊഴിലില്ലാ ദിനങ്ങളെന്ന് ഇലോൺ മസ്ക്. സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ ചെലവിടുന്ന സമയം പരിമിതപ്പെടുത്തണമെന്നും ഇലോൺ മസ്ക്. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യക്ക് നേട്ടം. മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം സൺഫ്ലവേഴ്സ് വേർ ദി ഫസ്റ്റ് വൺസ് ടു നോ എന്ന ചിത്രത്തിന്. കന്നഡ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കർണാടക സ്വദേശി ചിദാനന്ദ എസ് നായിക്. 100 ന്യൂസ് പൂർത്തിയാവുന്നു.